ഹായ് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഈ മൈലാഞ്ചി ശ്രദ്ധിക്കുന്നത്. ഇത്രയും ദിവസം അത് മൈൻഡിൽ നിന്ന് ഔട്ടായി കിടക്കായിരുന്നു ഈ മൈലാഞ്ചിയുടെ കാര്യം. ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് മലപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായി. ഒരു കുട്ടിയുടെ 56, കല്യാണമൊന്നുമല്ല. അപ്പോൾ വെറുതെ സംസാരിച്ചിരുന്നപ്പോൾ ഡിസ്കഷനിൽ മൈലാഞ്ചി വന്നു. അങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇട്ടാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ 56 കൂടെ ആഘോഷിച്ചു. അപ്പോൾ ആ മൈലാഞ്ചി പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നാട്ടിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയതാണ്. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇന്നിപ്പോൾ ബുധനാഴ്ച ആയിട്ടുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച രാത്രി 8:30 നമ്മളിവിടെ എത്തി. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്നങ്ങ് ഒരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇന്നൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയായി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വരിക, എന്താ വരണില്ല, ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ റെഡി ആവുകയാണ്. ഇട്ടാകുമ്പോൾ ഇവിടെ നിന്ന് കിളികളുടെ ശബ്ദവും പള്ളിയിലെ ബാങ്ക് വിളിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഈവനിങ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഈവനിങ്. ഇപ്പം കരയണില്ലല്ലോ, ഇത്ര നേരം കരയുന്നുണ്ടായിരുന്നു. ഇത് അവിടെ ഒരു പള്ളിയുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലൊരു പള്ളിയുണ്ട് കേട്ടോ. കറക്റ്റ് ഇവിടെ തുടങ്ങി ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ പള്ളിയിലും കൂടെ തുടങ്ങും. നല്ലൊരു വൈകുന്നേരമാണ്. ഈ കിളികൾ കൂട്ടി കയറുമ്പോഴുള്ള ഒരു കരച്ചിലില്ല, അതാണ് വൈകുന്നേരം ഉണ്ടാവുക. കണ്ടാ, ഇത് പോരണത്തിൻ്റെ കരച്ചിൽ. ഇതെല്ലാം കൂടെ കരയണ ഒരു സമയം. ഹോളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ. ഇത് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി എന്താ, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കും വൈകുന്നേരം ആകുമ്പോൾ. എനിക്ക് ആ സൈഡാണ് കുറച്ചും കൂടി ഇഷ്ടം. ഈ സൈഡിൽ നിന്ന് ഫുള്ള് ബിൽഡിംഗ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ആ സൈഡാണ് ഇഷ്ടം. ആയിരിക്കാണ് ഒരു കട്ടനും കൂടി ഉണ്ടാക്കി കുടിച്ചിട്ട് അങ്ങോട്ട് പോയാലോ എന്ന്. പിന്നെ ഒരു കഷ്ണം മധുരക്കിഴങ്ങ് കൂടി ഇരിക്കുന്നുണ്ട്. ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ മധുരക്കിഴങ്ങാണ്. അപ്പോൾ അതിവിടെ വേറെ ആരും കഴിക്കില്ല. ഞാൻ ഉണ്ടാക്കിയാലും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ അതും കൂടെ പുഴുങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയാലോ വിചാരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് അതും കൂടെ ഉണ്ടാക്കി ചായയും കുടിച്ചിട്ട് ബാക്കി റെഡി ആയിട്ട് പോവാം. എന്തായാലും ഈ ഒരു കഷ്ണമാണ് ഉള്ളത്. പക്ഷെ ഇത് ഞാൻ പീസാക്കി മുറിച്ച് വരുമ്പോൾ കുറച്ചധികം കഷ്ണം ആവുമല്ലോ. അതെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നോക്കണ ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെയുള്ള പച്ചക്കറി, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ നല്ല കഴിക്കും. പക്ഷേ ശ്യാം അങ്ങനെയൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും സാലഡ് തന്നെ ഉണ്ടാക്കിയാലും ഞാൻ തന്നെ കഴിക്കണം. ഇതെന്തായാലും നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം, കൂടെ ഒരു കട്ടൻ ചായ. ഞാൻ ആ പറഞ്ഞ ടൈം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഏലക്കയും കൂടി ഉള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടുമല്ലോ ഈ ഏലക്ക ഉള്ളതുകൊണ്ട്. കണ്ടോ, അപ്പോൾ ഇപ്പോൾ ഗൈസ് എൻ്റെ മുടി ഒട്ടും മാനേജബിൾ അല്ല. ചുരുണ്ട മുടിയാണ്. എൻ്റെ പഴയ മുടി ആയിട്ടുണ്ട് ഇത് ഇവിടെ വരെ. ബാക്കി ഇത്രയും പോർഷൻ സ്മൂത്ത് ചെയ്ത മുടിയാണ്. അപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പം കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഭയങ്കര വൃത്തിയുടെ കിടക്കാണ്. ഞാൻ എപ്പോഴും പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യാറ്. ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടും, സ്പ്രേ ചെയ്യും, പ്രൊട്ടക്ഷൻ സ്പ്രേ അടിക്കും, ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഒട്ടും ഇവിടെ ഇങ്ങനെ മടങ്ങി കിടക്കണോണ്ട് നല്ല ബോറുണ്ട് ബാക്കിൽ. അപ്പം എന്തായാലും നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. പിന്നെ ഈ സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്യണത്. ഞാനിത് വേഗയുടെ ആണ്. അപ്പോൾ മേക്ക് മീ ബോൾഡിൻ്റെ 3-in-1 ഇല്ലേ, അത് നല്ലതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മേടിക്കണം എന്നൊരാഗ്രഹം. ആദ്യം ഞാൻ ഈ മുടി എന്താ ചെയ്യണ്ടേന്നൊരു കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ടില്ല. എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ മുടി ഇനി സ്മൂത്ത് ചെയ്യണോ, സ്മൂത്ത് ചെയ്യണ്ടെന്നുണ്ട്. പക്ഷെ ചിലത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ചെയ്യണം എന്നിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഈ ഇടയ്ക്ക് ഞാൻ കൺഫേം ആവും. എന്നിട്ടേ ഞാനിനി ആ മേക്ക് മീ ബോൾഡിൻ്റെ ഇത് മേടിക്കണോ വേണ്ടതെന്ന് ആലോചിക്കുകയുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടൊന്ന് പിടിക്കട്ടെ.
അങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തു. ഇതാ ഫ്രണ്ടൊക്കെ ഒന്ന് മരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. മരിയാക്കല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇതേ ആയിട്ടില്ല, ഇവിടെ ആവാനുണ്ട്. എന്നാലും അത്യാവശ്യം വലിയ തിരക്കേടില്ലാന്ന് തോന്നി. ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്താണ് സ്ട്രെയിറ്റിങ്. അപ്പം എന്തായാലും ഞാൻ പോട്ടെ, സമയം കളയുന്നില്ല. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ബസ്സിൻ്റെ ടൈം 2 ബസ് കയറണം എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ. ഇവിടെ നിന്ന് ആലിഞ്ചുവാടിയിൽ നിന്ന് ഒരു 300 മീറ്റർ നടന്നിട്ട് വേണം അടുത്ത ബസ് കയറാൻ. അവിടെ നിന്നാണെങ്കിൽ 6 മണിക്കാണ് ഒരു ബസ് ഉള്ളത്. പിന്നെ എപ്പോഴാണ് ടൈമിംഗ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പം ഞാനൊരു ആ ടൈമിങ്ങിനാണല്ലോ പോവാറ് ഡാൻസ് ക്ലാസ്സിലേക്ക്. അപ്പോൾ ആ ഒരു ടൈം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിനാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇരിക്കാനും സീറ്റ് ഉണ്ടാവില്ല. അപ്പം അതിന് മുന്നേ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആ ടൈമിന് എത്തും, അല്ലെങ്കിൽ ആ ടൈം തന്നെയാവും. ഈ ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കുക. ഇത് അജിയോ എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് മേടിച്ച പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് ഇടാൻ പറ്റിയില്ല. ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ടോപ്പ് നിങ്ങൾക്ക് ഈ ടോപ്പല്ല, ഈ ഉടുപ്പ് ഇത് റാപ്പിംഗ് ആട്ടോ, റാപ്പ് ചെയ്ത് വെക്കണതാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ അജിയോ എന്നാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഫുൾ ലുക്ക് എന്തായാലും കാണിക്കാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പം അവിടെ ഇങ്ങനെ കെട്ടണതാട്ടോ, കൂടുതൽ ഞാൻ അഴിക്കുന്നില്ല. ഇവിടെ ഞാനൊരു ഇന്നർ കൊടുത്തതാണ്. ഇവിടെ ഇത്രയും പോർഷൻ ഓപ്പണിംഗ് ആണ്. ഇവിടെ എൻ്റെ ഒരു ഇന്നറാണ്, ഇത് ഉള്ളിലെ ഇന്നറാണ്. എന്തായാലും ഞാൻ പോട്ടെ, ഇറങ്ങുമല്ല പോണത്, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ്. എന്നാലും ഒരുങ്ങിയതല്ലേ, എന്തായാലും സുന്ദരിയാവാൻ വിചാരിച്ചു. ടൈമിങ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കരട് അങ്ങോട്ട് പോയി. ഭയങ്കര ചൂടാണ്. ഈ വീടിനെ പറ്റി വേറൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടാണ്. ബാക്കിയൊക്കെ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നോക്കാം, കറണ്ട് പോയതാണ്, എന്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു. നോക്കട്ടെ, കറണ്ട് പോയതുകൊണ്ടേ ഇരുട്ട്. എല്ലാം നമുക്ക് മധുരക്കിഴങ്ങും കട്ടൻ ചായയും കഴിക്കാം. എന്തട്ടോ കറണ്ട് പോയല്ലോ. ഞാനിപ്പോഴാണ് നോക്കണത്, എൻ്റെ ഫോണിലെ ചാർജും കഴിയാറായിട്ടുണ്ട്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. പറയുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇവിടെ കറണ്ട് ഇല്ല, ഭയങ്കര ചൂടാണ്. ഫോണിലധികം ചാർജും ഇല്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ എത്തിയിട്ട് നമുക്ക് കാണാം അവിടെ. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് എന്നെ കറക്റ്റ് ടൈമിന് വിളിച്ചു. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട്. ഞാൻ രാവിലെ ജസ്റ്റ് അയാളോട് മെസ്സേജ് വെച്ചിട്ടുണ്ടായി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കും കറണ്ടും വന്നിട്ടു. അങ്ങനെ കുറച്ച് നേരം ഫോണൊന്ന് കുത്തിവെച്ചു. അപ്പോൾ ആളെത്തുന്ന വരെ എനിക്ക് സമയം അവിടെ ഉണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഒന്ന് ഫോൺ കുത്തിയിടട്ടെ. ഞാനപ്പോൾ ദീപ് എത്തും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. വാതിൽ ലോക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴെ അധികം വെയിറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഇറങ്ങി നിന്നതാണ്. അപ്പോൾ എന്തായാലും 2 വീലറിനല്ലേ പോണേ, മുടിയൊക്കെ കെട്ടി വെക്കാമെന്ന്. ഞാനിങ്ങനെ അഴിച്ചിടൽ കുറവാണ്, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ അഴിച്ചിടലുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, കുബൈസി അപ്പാർട്ട്മെൻറ്റാണ്. വാഴക്കാലയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ നടക്കാണ്ട് മെയിൻ റോഡിലേക്ക്. ഹായ് പറയൂ. നമ്മളിവിടെ നിന്ന് പോവാറ് പാലച്ചോട്, വെണ്ണല, ഇരൂര് വഴി കയറിയിട്ടാട്ടോ വീട്ടിലേക്ക് പോവാറ്. നേരെ വന്നത് സേവന മെഡിക്കൽ സ്റ്റോറിലേക്കാട്ടോ. നമ്മുടെ തൃപ്പൂണിത്തുറമ്പലത്തിലെ ഉത്സവമായി. ഇവിടെ കടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, പണിതുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദിയയുടെ വീട്ടിലാണ് എത്തിയത്. എൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടില്ല. ദിയ ഇപ്പം തന്നെ ജിമ്മിൽ പോകും. വലിയ ആളാ, ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയേക്കണ്. എന്തൊരു സൗണ്ട് കേൾക്കണേ. ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയേക്കണ്. ആളെന്തോ തിരക്കിലാണ്. ഇപ്പോൾ ദിയ പോകുമ്പോഴത്തേക്കും ഞാനും പോകും എൻ്റെ വീട്ടിൽ. ഇവിടെയാണെങ്കിൽ എനിക്ക് വൈഫൈയും കിട്ടും. എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്ക് പിടിച്ച് ജിമ്മിന് പോകാൻ റെഡി ആവാണ്. എൽദോസേട്ടായി വരണില്ലേ? വിളിച്ചു എടുക്കുന്നില്ല. എനിക്കും പോണമെന്നുണ്ട്, പക്ഷേ പോണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ മടിയാ. പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുകയാണ്, പഴവും ചായയും. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. അമ്മേ, ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുഖം പൊത്തും. അതുകൊണ്ടാണ് കൂടുതൽ അവരൊന്നും കാണിക്കാത്തത്. അവരൊന്നും ക്യാമറക്ക് മുന്നിൽ നിന്ന് തരുന്ന ആൾക്കാരല്ല. അന്നപ്പം തന്നെ പായസം കുടിക്കുകയാണ്. അപ്പുറത്തെ അനീത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പായസം കൊണ്ടുവന്ന് തന്ന്. അപ്പോൾ ആദ്യം തന്നെ പായസമൊക്കെ കുടിക്കട്ടെ.
പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാഗിയുടെ പാക്കറ്റും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറേ ആയാലും കഴിച്ചിട്ട് എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ മാഗി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതേ മാഗി ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് ഈ പറയണത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അമ്മ അപ്പം തന്നെ ബീൻസും ക്യാരറ്റൊക്കെ അരിഞ്ഞു തന്നിട്ടോ. അത് കണ്ടപ്പോൾ ഒരു കഴിക്കാൻ പൂതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പം തന്നെ ബീൻസും ക്യാരറ്റും വേവിച്ച് അതിനകത്തേക്ക് മസാല ഇട്ട് മാഗി ഇട്ട് സിമ്പിളായിട്ടുള്ള ഒരു മാഗി ഉണ്ടാക്കലായിരുന്നു കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ ഞങ്ങൾ 4 പേര് കഴിച്ചു. അത് കണ്ടപ്പോഴുള്ള പുതിയ വിശപ്പൊന്നും ഉണ്ടായിട്ടൊന്നും ഉള്ളതല്ല കേട്ടോ. ചൂടെ അപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാൻ പോവാണ്. ഷർട്ട് പേട്ടയിലാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും പോയി വരാം. ഞങ്ങൾ പോണത് രഞ്ജു എപ്പോഴും ഡ്രസ്സ് മേടിക്കാറുള്ള മെയിൽ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് പേട്ടയിൽ. ആ ചേട്ടൻ മിക്കപ്പോഴും രഞ്ജുവിന് ഓഫർ കൊടുക്കാറുണ്ട്. എന്നും പോണത് കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങോട്ട് നിൽക്ക്, ഇറങ്ങിക്ക്. നല്ലതാ, എനിക്കിഷ്ടായി. പോണ വഴിക്കാണെങ്കിൽ രഞ്ജുവിന് KFCയിലോ MCയിലോ മെക്ഡൊണാൾഡ്സിലോ കയറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വലിയ വിശപ്പില്ല, നമുക്ക് വേറെ ദിവസം കഴിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണേ. ബർത്ത്ഡേക്കാരി കേട്ടോ, ബർത്ത്ഡേക്കാരി ജോലി കഴിഞ്ഞ് ഇപ്പോഴാ വന്നേ. അവിടെ നിന്ന് കേക്ക് മുറിച്ച് അവൾ ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ കടയിൽ പോയി വന്നപ്പോഴത്തേക്കും ശ്യാമു വന്നിട്ടുണ്ടായിരുന്നു. ശ്യാമു അച്ഛനും കൂടെ TVയും കാണുകയാണ്. പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ വീട്ടിൽ പോവാണ്. പോട്ടെ രമേ, രമേ ടാറ്റാ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഫുഡ് കഴിച്ചില്ലായിരുന്നു അവിടെ നിന്ന്. എന്തൊക്കെയോ അവിടെ നിന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ അമ്മതേ മീൻകറിയും മോരുകറി ഒക്കെ, മീൻ വറുക്കാനുള്ളതും മോരുകറിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പം മീൻ വറുക്കണം. ശ്യാമേ, മീൻ വറുത്തിട്ട് ചോറ് പോരെ? മീൻ വറുത്ത് ചോറ് കഴിക്കണം. എനിക്കാണെങ്കിൽ വലിയ വിശപ്പൊന്നുമില്ല. മാഗിയൊക്കെ കഴിച്ചില്ലേ, ചിലപ്പോഴേ ഞാൻ ചോറുന്നുള്ളൂ. എന്തായാലും മീൻ വറുക്കട്ടെ. മീൻ വറുക്കാണ്. ശ്യാമ കുളിക്കാൻ പോയി. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് വിശക്കുന്നില്ല ഗൈസ്. കിട്ടിയോ? ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോരുകറി കേട്ടോ. എൻ്റെ ഇവിടുത്തെ മോരുകറി ഉണ്ട്, അത് വേണ്ടാന്ന് ശ്യാമിന്. അതുകൊണ്ട് ഈ മോരുകറി. ഇനി മീൻ പൊരിച്ചതും കൂടെ. മീൻ വറുത്തത്, മോരുകറി, ബീട്രൂട്ടും ക്യാരറ്റും തോരൻ. ഇത് ശ്യാമിനാട്ടോ, ഞാൻ ചോറ് കഴിക്കണില്ല എന്ന്, എനിക്ക് വിശക്കണില്ല. അതേ ശ്യാമേട്ടായി ഫുഡ് കഴിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് വരാം, മേല് കഴുകിയിട്ട് വരാം. പോട്ടെ? എങ്ങനെയുണ്ട്? അതിനെന്റെ അമ്മ ഉണ്ടാക്കിയതല്ലേ. ഈ മോരുകറി എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയതോ? ആ പുളി കൂടി എന്റെ പ്രശ്നമല്ല, അത് കടയിൽ നിന്ന് മേടിച്ച മോര് പുളിയായിട്ടാ. തിരിച്ചെത്തി, ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് കഴിച്ചില്ല, എനിക്ക് വലിയ വിഷമൊന്നുമില്ല. ഞാൻ മാഗിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വൈകുന്നേരം മധുരക്കിഴങ്ങൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് വിശന്നില്ല. ശ്യാമ ഇവിടെ വന്ന് ചോറും മീൻ പൊരിച്ചതും മോരുകറിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടില്ല, കിടക്കുന്നു. ഞാൻ കുളിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.